ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചും മാനിച്ചും ജീവിതം ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളും സൂറത്തുൽ ഫാത്തിഹയുടെ നാമങ്ങളും അതിൻ്റെ പേരുകളും അതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹയുടെ 2 പ്രത്യേകതകളും ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഇസ്തിആദ. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 98-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഫഇദാ ഖറഅ്തൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, മിനശ്ശൈത്വാനി റജീം, ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്ന്. അപ്പോൾ പിശാചിൽ നിന്ന് ശരണം തേടാൻ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ഷെയ്ത്താനിൽ നിന്ന് ശരണം തേടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇസ്തിആദവുമായി ബന്ധപ്പെട്ട കാവൽ തേട്ടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ്. നമ്മളെപ്പോഴും ഖുർആൻ ഓതുന്നതിന് മുമ്പും അതല്ലാത്ത ചില വേളകളിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒന്ന് തന്നെയാണ്. എന്താണ് അഊദു? ഔദ്, ആദ എന്നൊക്കെ പറഞ്ഞാൽ മആദ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മആദ് അഥവാ അഭയസ്ഥാനം, അഭയം തേടി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലുജു, മൽജ അല്ലേ? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ലാ മൽജ വലാ മൻജ ഇല്ല ഇലൈക്ക്, നിന്നിലേക്കാണ് അഭയം, നിന്നിലേക്കാണ് രക്ഷ, അല്ലാത്ത ഒരാളിലേക്കും രക്ഷയും അഭയവുമില്ല. അപ്പം മൽജ യഥാർത്ഥത്തിൽ ഈ അഊദു, ആദ എന്നൊക്കെ പറഞ്ഞാൽ അറബികൾ സാധാരണ അതിനെ ഉപയോഗിക്കാറുള്ളത് ഏറ്റവും അടുത്ത് കിടക്കുന്നതെന്നാണ്. അഥവാ അത്രയും സമീപത്തേക്ക്, റബ്ബിലേക്ക് നമ്മൾ ഓടി അടുക്കുകയാണ്, റബ്ബിൻ്റെ അടുത്തേക്ക് അടുത്ത് കിടക്കുന്നത് എന്ന അർത്ഥമൊക്കെയാണ് ഔദ്, ഇസ്തിആദത്ത് എന്നതിൻ്റെയൊക്കെ അർത്ഥമായി പണ്ഡിതന്മാർ ഭാഷാപരമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ തേടുന്നു, ഞാൻ ശരണം ചോദിക്കുന്നു അള്ളാഹുവിനെ കൊണ്ട്, മിന ഷൈത്വാനി റജീം, ആട്ടിയകറ്റപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. ഇവിടെ ഈ ഇസ്തിആദത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ ഇസ്തിആദത്തിനെ പരിശുദ്ധ ഖുർആൻ ഓതിയതിന് ശേഷമാണ് അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനി റജീം എന്ന് ഓതേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രബലമായ അഭിപ്രായമല്ല. അങ്ങനെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം ഫഇദാ ഖറഅ്ത, നീ ഓതിയാൽ. അപ്പോൾ ഓതിയാൽ എന്നത് അത് മാളിയായ അഥവാ കഴിഞ്ഞുപോയ കാലത്തെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓതിക്കഴിഞ്ഞിട്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്ന് ചൊല്ലേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെ ഓതിയാൽ, അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്ന് ചൊല്ലുന്നത് നമ്മുടെ ലോകമാന്യതയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കും എന്നും അവർ പറഞ്ഞു. പക്ഷെ ശരിയായ അഭിപ്രായം ആദ്യം ചൊല്ലുക എന്ന് തന്നെയാണ്. നമ്മളൊക്കെ ശീലിച്ചുവെന്ന ആ ഒരു ശൈലി തന്നെയാണ് പ്രബലമായ അഭിപ്രായം അതിൽ. ഫഇദാ ഖറഅ്തൽ ഖുർആൻ എന്നത് നീ ഓതിക്കഴിഞ്ഞാൽ എന്നല്ല, മറിച്ച് ഓതാൻ ഉദ്ദേശിക്കുമ്പോൾ എന്നതാണ്. ഏതുപോലെ യാ അയ്യുഹല്ലദീന ആമനു അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ വുളു എടുക്കണം. അപ്പോൾ നിസ്കാരത്തിന് നിന്നാലല്ലല്ലോ വുളു എടുക്കേണ്ടത്, നിസ്കാരം ഉദ്ദേശിക്കുമ്പോഴാണ്.
അപ്പോൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? ഉളു എടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അവൻ എന്ത് ചെയ്യണം? ഇസ്തിആദത്ത് ചൊല്ലണം എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം നമുക്ക് ക്ലിയറായി. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിൻ്റെ പ്രാരംഭത്തിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇസ്തിആദത്ത് നമ്മൾ ചൊല്ലേണ്ടത്. ഇനി ഇസ്തിആദത്തിൻ്റെ ഹുക്കുമ്, ചില ആളുകൾ ഇസ്തിആദത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അവർ നിർബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം ദഫ്ഉ ശൈത്വാനി വാജിബുൻ, പിശാചിനെ പ്രതിരോധിക്കുക എന്നത് മുഅ്മിന് നിർബന്ധമാണ്. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. അത് ഉസൂലിൻ്റെ അഥവാ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാണത്. എന്ന് വെച്ചാൽ ഒരു വാജിബായ ഒരു കാര്യം പൂർത്തിയാക്കാൻ മറ്റെന്തൊക്കെ വേണോ അതും വാജിബാണെന്നാണ്. ഉദാഹരണമായി ജമാഅത്ത് നമസ്കാരം പുരുഷന് വാജിബാണ്. അപ്പോൾ ആ ജമാഅത്തിലേക്ക് നടന്നു പോവുക എന്നതും വാജിബാണ്. ജമാഅത്തിന് നടന്നു പോയാലാണ് നമ്മൾ ജമാഅത്തിലെത്തൂ. അതല്ലെങ്കിൽ നമ്മൾ ബൈക്ക് എടുത്ത് പോകുമ്പോഴാണ് ജമാഅത്തിലെത്തുള്ളൂ. നമ്മൾ പള്ളിയിലേക്കുള്ള യാത്രയുണ്ടല്ലോ, അതും വാജിബാണ്. അപ്പോൾ വാജിബ് പൂർത്തിയാകാൻ എന്തൊക്കെ വേണോ അതെല്ലാം വാജിബാണ് എന്നാണ് ഈ ഒരു കായിദയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പിശാചിനെ പ്രതിരോധിക്കുക എന്നത് നിർബന്ധമായതുകൊണ്ട് തന്നെ പിശാചിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതും വാജിബാണെന്നാണ് ഇവരുടെ വീക്ഷണം. അതുകൊണ്ട് തന്നെ ഇസ്തിആദത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലൽ വാജിബാണ്, നിർബന്ധമാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞു. രണ്ടാമത് അവർക്കുള്ള പ്രമാണം ഫസ്തഇദ് ബില്ലാഹ് എന്ന അമ്രാൻ അഥവാ കൽപ്പനാ സ്വരം. അൽ അംറു ലിൽ വുജൂബ്, കൽപ്പനകൾ അറിയിക്കുന്നത് നിർബന്ധത്തെയാണ്. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ, അമ്രുകൾ എല്ലാം നിർബന്ധത്തെ ആയതുകൊണ്ട് തന്നെ ഇസ്തിആദത്ത് നിർബന്ധമാണ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അധിക പണ്ഡിതന്മാരും ജുംഹൂറായ പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം ഇസ്തിആദത്ത് ചൊല്ലൽ മുസ്തഹബാണ്, സുന്നത്താണ് എന്നതാണ്. അത് തന്നെയാണ് അതിലെ പ്രബലമായ വീക്ഷണമായി പറയുന്നത്. കാരണം ഇവിടെ ഈ പറയപ്പെട്ട അമ്ര് ഫസ്തഇദ് ബില്ലാ എന്ന അമ്ര് അത് വാജിബിനെ കുറിക്കുന്നതല്ല, നിർബന്ധത്തെ കുറിക്കുന്നതല്ല, മറിച്ച് സുന്നത്തിനെ കുറിക്കുന്നതാണ്, സുന്നത്തിനെ അറിയിക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. അത് അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ ഇസ്തിആദത്ത് ചൊല്ലാതെ ഖുർആൻ ഓതിയതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജുംഹൂറിൻ്റെ പ്രമാണം അതാണ് എന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ അറിയുന്നത്. ഏതായാലും നമുക്കിവിടെ നിർബന്ധം സുന്നത്ത് എന്ന ചർച്ച ഒരു ഇൽമിയായി, ഒരു അറിവിൻ്റെ സ്ഥലത്തിൽ നമ്മൾ പഠിച്ചു എന്ന് മാത്രം. നമ്മളെല്ലാവരും അഊദ് ചൊല്ലിക്കൊണ്ട് തന്നെ ഈ ഒരു ഖുർആൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഓതുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷൈത്വാൻ എന്ന പദം, ഷൈത്വാൻ യഥാർത്ഥത്തിൽ ആ പദം തന്നെ നമുക്കൊരു വലിയ കാര്യത്തെ അറിയിച്ചു തരുന്നുണ്ട്. ഷത്തോന അഥവാ അകറ്റേണ്ടത് എന്നാണ്. ഷൈത്വാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അകറ്റേണ്ടതാണ്, അടുപ്പിക്കാനേ പാടില്ല, അകറ്റേണ്ടതാണ്. അവൻ അകറ്റേണ്ടതാണ്. ആ പേരിൽ തന്നെയുണ്ട് അടുപ്പിക്കാൻ കൊള്ളില്ല എന്നുള്ളത്. പക്ഷെ ആ പിശാചിനെ നമ്മൾ അടുത്തു കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരത് വലിയ ദുരന്തമായിരിക്കും നമുക്കുണ്ടാവുക. അത് ഷൈത്വാനി റജീമാണ്. അവൻ ആട്ടിയകറ്റപ്പെട്ടവനാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന്, മാത്രമല്ല മുഅ്മിനീങ്ങളിൽ നിന്ന്, എല്ലാവരാലും ആട്ടിയകറ്റപ്പെട്ട ആളാണ് പിശാച്. അവന് ഒന്നും തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ പിശാചിൽ നിന്ന് നമ്മൾ കാവൽ തേടേണ്ടതുണ്ട്. നമ്മളെ ഏത് സമയത്തും തെറ്റിക്കുക എന്നതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ലൗവിയന്നഹും അജ്മഈൻ, അള്ളാഹുവിനോട് കരാറെടുത്തിരിക്കാൻ, അള്ളാഹ് നിൻ്റെ അടിമകളെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. അവരുടെ വലതുഭാഗത്തു കൂടെ ഞാൻ വരും, അവരുടെ ഇടതുഭാഗത്തു കൂടെ ഞാൻ വരും, അവരുടെ മുമ്പിലൂടെ ഞാൻ വരും, പുറകിലൂടെ വരും, മുകളിലൂടെ വരും, താഴ്ഭാഗത്തു കൂടെ വരും, നാനാഭാഗത്തു കൂടെയും ഒരു മനുഷ്യനെ പിഴപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതുകൊണ്ട് നമ്മെ നന്നാവുന്ന ഏത് വേളയുണ്ടോ അതൊക്കെ ഇല്ലാതാക്കാനാണ് പിശാച് ശ്രമിക്കുക. നമ്മൾ നന്നാവാൻ ഏതൊക്കെ വേളയുണ്ടോ ആ വേളകളൊക്കെ ഇല്ലാതാക്കാൻ. ഖുതുബക്ക് വന്ന് ഉറങ്ങുക, അല്ലേ, ഒരു മനുഷ്യൻ നന്നാവാനുള്ള സാഹചര്യമാണ്, ആ സമയത്ത് ഇരുന്ന് ഉറങ്ങിയാലോ അവൻ്റെ ആ ഒരു നന്നാവാനുള്ള ഒരു ഇസ്ലാഹിൻ്റെ അവസരം നഷ്ടപ്പെട്ട്. അതേപോലെ തന്നെ നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുക്കാതിരിക്കുക, ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാതിരിക്കുക, ഖുർആൻ പഠിക്കാതിരിക്കുക, അതൊക്കെ നന്നാവാനുള്ള വേളയാണ്. അപ്പം നന്നാവാനുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ നമ്മളെ പിന്നോട്ടടിപ്പിക്കുക എന്നത് പിശാചിൻ്റെ അജണ്ടയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ തുറന്നാൽ പഠിക്കാൻ വേണ്ടി, അത് ഓതാൻ വേണ്ടി ഇരുന്നാൽ നമ്മളെ മടുപ്പിക്കുക എന്നത് പിശാചിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി കാവൽ ചോദിച്ചുകൊണ്ട് വേണം, പിശാചിനെ പറഞ്ഞയച്ചിട്ട് വേണം, അവിടുന്ന് ശൈത്താൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനു വേണ്ടി ഇരിക്കാൻ എന്നതാണ് സൂചിപ്പിച്ചത്. അത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇസ്തിആദത്ത് ചൊല്ലേണ്ട ചില സമയങ്ങൾ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലേണ്ട ചില സമയങ്ങളിൽ കുറച്ച് സമയങ്ങൾ ഇൻഷാ അല്ലാഹ്, ഒരു 7 സമയങ്ങൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോവാം. നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് വിശദമായി പറയുന്നില്ല. പക്ഷേ ഒന്ന് ഓടിച്ച് 7 സമയങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് സമയങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നമുക്ക് എപ്പോൾ പിശാചിൻ്റെ ഷെർ എപ്പോൾ ഉണ്ടായോ അപ്പോഴൊക്കെ നമുക്ക് ഔദ് ചൊല്ലാം. അതൊരു പ്രത്യേക സമയം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചില പ്രത്യേക സമയങ്ങൾ തന്നെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. അതിലൊന്നാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത്. ഖുർആൻ ഓതുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഓതണം. രണ്ടാമത്തത് നമുക്ക് വസ്വാസ് ഉണ്ടാക്കും. ഇപ്പോൾ ഹദീസിൽ കാണാൻ കഴിയും, പിശാജ് ഒരാളുടെ അടുത്ത് വരും, എന്നിട്ട് പിശാജ് നമ്മുടെ മനസ്സിലിങ്ങനെ വസ്വാസ് ഉണ്ടാക്കും. ഇതാരാ സൃഷ്ടിച്ചത്, മലകളിലേക്ക് നോക്കൂ, അതാരാ സൃഷ്ടിച്ചത്, അതാരാ സൃഷ്ടിച്ചത്, ഇതാരാ സൃഷ്ടിച്ചത്, അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ഇതാരാ സൃഷ്ടിച്ചത്, മൻ ഖലഖ കഥ, മൻ ഖലഖ കഥ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും, വസ്വാസിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അവസാനം പറയും, എന്താ പറയുക, മൻ ഖലഖ റബ്ബക്, നിന്റെ റബ്ബിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് നിന്നോട് ചോദിക്കും. നോക്കൂ നിങ്ങൾ, നമ്മളെ നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് വരെ കൊണ്ടുപോയിടുമെന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇസ്തിആദത്ത് ചൊല്ലണം, പിശാചിൽ നിന്ന് കാവൽ ചോദിച്ച് നിങ്ങൾ അവിടെ നിന്ന് മടങ്ങി വരണം എന്നതാണ്. അപ്പോൾ നമുക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന, നെസ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ദുഷ്പ്രേരണകൾ ഉണ്ടാക്കുന്ന വേളയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇസ്തിആദത്ത് ചൊല്ലണം. മൂന്നാമത്തെ ഒരു വേള നമസ്കാരത്തിൽ തൽബീസ് ഉണ്ടാക്കും. നമസ്കാരത്തിന് ഇങ്ങനെ ആശയക്കുഴപ്പമുണ്ടാകും. നബിൻ്റെ അടുത്ത് വന്നൊരു സ്വഹാബി പറയുന്നുണ്ട്, നബിയെ, എനിക്കും എൻ്റെ നമസ്കാരത്തിനുമിടയിൽ പിശാജ് വന്ന് മറയിടുന്നു, ഒരു ഇടങ്ങറാക്കുന്നുണ്ട്, ഒരു ഫിത്ന ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അങ്ങനെ അനുഭവപ്പെട്ടാൽ അതൊരു പിശാജാൻ, നമസ്കാരത്തിൽ നിന്നെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന യുഖാലു ലഹു ഖിൻസബ് എന്നു പേരുള്ളൊരു ശൈത്താനാണ്. ആ പിശാജ് നിനക്ക് അങ്ങനെ വല്ല ദുഷ്പ്രേരണയും നിനക്കുണ്ടായാൽ നീ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി ഇടതുഭാഗത്തേക്ക് ഉമിനീര് കലരുന്ന രൂപത്തിൽ 3 തവണ തുപ്പണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമസ്കാരത്തിൽ തൽബീസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇസ്തിആദത്ത് ചൊല്ലാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നാലാമത്തെ ഒരു സമയമാണ് ദേഷ്യം വരുമ്പോൾ. ഈ ദേഷ്യം എന്ന് പറയുന്നത് തന്നെ ശൈത്താനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഹീറ്റാവും. പിശാചിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്, ചൂടിൽ നിന്നാണ്, തീയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന് ദേഷ്യം വരുമ്പോൾ എന്താവും, അവൻ്റെ ശരീരം ഇങ്ങനെ ഹീറ്റാവുന്നതാണ്, മനുഷ്യൻ്റെ രൂപം മാറും. അതൊരു പൈശാചികതയാണ്. അപ്പോൾ പിശാചിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. നബിയുടെ സദസ്സിൽ വെച്ച് 2 പേർ പരസ്പരം ഇങ്ങനെ ദേഷ്യപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു, പരസ്പരം ഭയങ്കരമായി കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ ചുവന്ന് ദേഷ്യപ്പെടുക. നബിസ്വലാസം പറഞ്ഞു, എനിക്കൊരു കലിമത്തറിയാം, അയാളത് പറഞ്ഞിരുന്നുവെങ്കിൽ അയാളുടെ ദേഷ്യം അയാളിൽ നിന്ന് പോകുമായിരുന്നു. എന്താണ് റസൂലെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ അവൻ്റെ ദേഷ്യം ഇല്ലാതെയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇസ്തിആദത്ത് ചൊല്ലണം. അഞ്ചാമത്തെ ഒരു സമയം കഴുതയുടെ അതല്ലെങ്കിൽ നായ ഓലിയിടുന്ന സമയത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫളിനെ ചോദിക്കണം, അള്ളാഹുവിൻ്റെ ഫളിനെ നിങ്ങൾ ചോദിക്കണം. കാരണം ആ കോഴി ഫഇന്നഹ റഅത് മലക്കൻ, ഒരു കോഴി എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് മലക്കിനെ കണ്ടുകൊണ്ടാണ് ആ കോഴി അങ്ങനെ കൂവിയത്. അതേപോലെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നഹീഖുൽ ഹിമാർ, കഴുതയുടെ ഓലിയിടുന്നത് അതല്ലെങ്കിൽ നായ ഓലിയിടുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പിശാചിൽ നിന്ന്. കാരണം അത് ഓലിയിടുന്നത് പിശാചിനെ കണ്ടുകൊണ്ടാണ് എന്ന് ഹദീസിൽ സ്വഹീഹായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കഴുത ഓലിയിടുമ്പോൾ അതല്ലെങ്കിൽ നായ ഓലിയിടുമ്പോഴൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാം. അതേപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ ഇറങ്ങുമ്പോൾ അഊദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ ശർരി മാ ഖലഖ് എന്ന് നമുക്കറിയാവുന്നതാണ്, അത് നമ്മൾ ചൊല്ലാം.
അതോടൊപ്പം തന്നെ ഏഴാമത്തെ ഒരു സമയമാണ്, നമ്മളെന്നും നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇടത് കാല് വെച്ച് കയറുന്നു അല്ലേ? അവിടെ നമ്മൾ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെയും ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എന്ത് ചെയ്യുന്നു? കാവൽ ചോദിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയങ്ങളിൽ 10ഉം 11ഉം ഒരുപാട് സമയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വസ്വാസും ഷർറും നസവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ചൊല്ലുക. ഇതിനൊരുപാട് ഈ ഇസ്തിആദത്തിന് പല സിയകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്ന് ഒരു സിയഗ എന്നൊരു രൂപം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമുക്ക് സുപരിചിതമായ ഒരു സിയഗ, ഒരു രൂപം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ ഈ രൂപങ്ങളൊക്കെ കൂടുതലായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ഏത് സമയത്തും പിശാച് നമ്മുടെ ഹൃദയത്തോട് ഒട്ടിക്കിടക്കുകയാണ് നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് പുറകോട്ടടിപ്പിക്കാൻ. അതുകൊണ്ട് അവന് കീഴ്പ്പെടാതെ അള്ളാഹുവിനോട് അവനിൽ നിന്ന് കാവൽ ചോദിച്ച് അവൻ്റെ ഷെറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പൂർണ്ണമായ മുഅ്മിനായി ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.